ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഇപ്പോൾ സമയം എത്തുന്നതെന്ന് അറിയാം, രാത്രി 3 മണി. അപ്പോൾ ഞാനും ജീനയും എണീറ്റ് ഇന്ന് നമ്മൾ ബാംഗ്ലൂർ പോവാണ് ഇവിടെ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് പാർസലായിട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിക്കാണെങ്കിലും നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഹോട്ടൽ ഫുഡിനേക്കാളും. അപ്പോൾ എന്തായാലും അവരെല്ലാവരും ഉറങ്ങുന്നുണ്ട്, അവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ മാക്സിമം കുറച്ച് ഉറക്കം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണിയാണ് കേട്ടോ. റൈസ് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു വീഡിയോ പോലെ എടുത്തേക്കാം, നിങ്ങൾ എല്ലാവരും ഇരിക്കാൻ ഇത് മറ്റേ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ലഞ്ചും ആണ് പ്ലാൻ ഉള്ളത്. പക്ഷേ എന്താണെന്നറിയാം, ഒരേ ഒരു സ്റ്റവേ ഉള്ളൂ, നമ്മൾ ഇൻഡക്ഷൻ കുക്കറേ ഉള്ളൂ ഇതിന്. അപ്പോൾ ലാഗടിക്കുന്നത് കൊണ്ടാണ് നേരത്തെ എണീറ്റത്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 4:30 ഇറങ്ങാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഊട്ടിയിലാണ്. അപ്പോൾ ഊട്ടി ശരിക്കും പറഞ്ഞാൽ 1 day 2 days കാണാനുള്ള അത്ര സ്റ്റഫേ ഉള്ളൂ. നമ്മൾ മാത്രമല്ല, ഈ സീസണായിട്ട് സങ്കടം വരുന്നൊരു കാര്യം നമുക്ക് ഭയങ്കര പറ്റിക്കൽസ് 27-ാം തീയതി രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് വൈകിട്ട് ബാംഗ്ലൂർ എത്തണം. നമ്മുടെ ഇതുപോലെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് അവിടെ താമസിക്കാനുള്ളത്. അതിൻ്റെ ചാവി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ജിസ്ന വാങ്ങിക്കും. നമ്മളൊരു ദിവസം സ്റ്റേ ചെയ്തില്ലേ വീട്ടിൽ, അവൾ വാങ്ങിക്കും, ജിസ്ന വാങ്ങിക്കും. അപ്പോൾ അവൾ രാവിലെ എത്തും. ഇന്നലെ രാത്രി കാലിക്കറ്റിൽ നിന്ന് കയറി ഇന്ന് മോർണിംഗ് 6 o'clock ആകുമ്പോഴത്തേക്കാണ് ബാംഗ്ലൂരിലെത്തും. അപ്പോൾ അവൾ ഒറ്റയ്ക്കായി പോകും. ഞങ്ങൾ വൈകുന്നേരം ആണ് പോവുക. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ പുറപ്പെടുന്നു അത്ര വേഗം അവളുടെ അടുത്തെത്താം. അവൾ ഒറ്റയ്ക്ക് സേഫാണോ നമുക്കറിയില്ലല്ലോ. അവൾ ഓക്കെ ആയിരിക്കും, എന്നാലും നമ്മളെ എത്രയും പെട്ടെന്ന് അവളായിട്ട് ജോയിൻ ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പുറപ്പെടാണ്. പിന്നെ നമ്മളെ റഷ്യക്കും നമ്മൾ ഇന്നിപ്പോൾ അതിന് എക്സാം ഉള്ളതുകൊണ്ട് പോവും. പോഷൻ മാത്രമായിരിക്കും നമ്മുടെ കൂടെ ഡ്രൈവിങ്ങിനുമായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ പ്ലാൻ പ്രകാരം. നമ്മൾ ആദ്യം ബാംഗ്ലൂർ പോയിട്ട് ദെൻ ഊട്ടി ആയിരുന്നു പ്ലാൻ. പക്ഷെ എന്താണെന്നറിയോ, ഋഷിന് 1ാം തീയതി എക്സാം ഉണ്ട്. അവനെന്തായാലും നിൽക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എത്രയായാലും മാക്സിമം അങ്ങനെ നമ്മൾ വിചാരിച്ചു അവൻ ഊട്ടിയിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. സത്യം പറഞ്ഞാൽ ആ ഡിസിഷൻ നല്ല ഡിസിഷൻ ഒന്നല്ലേ. ഊട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ റോഷ് മാത്രമാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഫ്രണ്ടിലിരുന്നിട്ട് റൂട്ട് മാപ്പ് പറയാനും എന്തായാലും ഈ ഇത്ര തിരക്കുള്ള ട്രാഫിക്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും പറയുന്നത് എന്താണെന്ന്. ഓപ്പോസിറ്റ് മറ്റേ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്കും മനസ്സിലാവും. എവിടെ എത്തുമ്പോൾ മൂപ്പരോട് പറയണം ലെഫ്റ്റാണ് റൈറ്റാണ്. കാരണം ഒരു ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റൊരു ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. നമുക്കതൊന്നും അറിയില്ലല്ലോ. ഞാനിപ്പോൾ ഇന്നലെ ഒരു കോമഡിയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ടിലിരിക്കൂല. കാരണം എനിക്ക് പെട്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും ലെഫ്റ്റാണോ റൈറ്റാണോന്ന്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് നല്ല ദേഷ്യം വരും. കാരണം നമ്മുടെ നാട് പോലെയല്ലല്ലോ. നമ്മുടെ നാട്ടിൽ എവിടെ നിന്ന് വേണമെങ്കിലും റിട്ടേൺ വരാം. ഇതങ്ങനെയല്ല, യു ടേൺ അടിച്ചിട്ട് വരേണ്ടി വരും. ഒരു തരം കോൺഫിഡൻസ് ഇല്ല പലരും ബിഹേവിയറിൽ. കാര്യം ഇന്നലെ നമ്മൾ ടീ ഫാക്ടറിക്ക് പോയപ്പോൾ കണ്ടോ, ഒരു കയറ്റമാണ്, ഇങ്ങനെയുള്ള കയറ്റമാണ്. അത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് പോയത്. എന്നിട്ട് അവർ ഇറക്കത്തത് തന്നെ പറയുന്നത് ഏറ്റവും മുകളിലാണ് പാർക്ക് ചെയ്യുന്നത്. ഒന്നെടുത്തേക്ക്. അപ്പോൾ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അവസാനം മോളിൽ പോയപ്പോൾ പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ പേടിക്കുന്ന രീതിക്കുള്ള കയറ്റമായിരുന്നു. കാരണം വണ്ടി ഏറ്റവും പീക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആവുന്നുണ്ട്.
അങ്ങനെ നമ്മൾ കുറേ തടിമേടന്മാരെ ഇറങ്ങിയപ്പോൾ വണ്ടി കയറി. പക്ഷെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഇതേപോലെയാണ്. നമ്മൾ വണ്ടി പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് 3-4 കാറ് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ മുക്കുമോതേലും പാർക്കിംഗ് ഉണ്ട്, അതിനായിട്ട് നല്ല റേറ്റും വാങ്ങിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് പാർക്കിങ്ങിന് പോകുന്നുണ്ട്. പാർക്കിംഗ് ചിലയിടത്ത് ഒരു 40 രൂപ, ചിലയിടത്ത് 50 രൂപ. എങ്ങനെയാണ് ഇവർ പാർക്കിങ്ങിന് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. തോന്നുന്ന ഒരു റേറ്റ് ആണ് തോന്നുന്നു. മാത്രമല്ല എല്ലാ സ്ഥലത്തും പോലീസ്. നമ്മൾ ഒരു 2 മിനിറ്റ് ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് നിർത്തുവാണെങ്കിൽ അപ്പം വരും പോലീസ് ഓടിക്കാൻ. അപ്പം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ KL രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ വെറുതെ ചൊറിയും. അതും ഒരു പ്രത്യേകതയാണല്ലേ. ചെറുതായിട്ട് തോന്നി, ശരിയാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു ഫൈന് കിട്ടിയായിരുന്നു. സംഭവം അത് ഫൈൻ എന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഫൈൻ. എന്തിനാന്ന് ഒന്നുമില്ല, ഫൈന് വണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇത് ഫൈനാണ്, അതിൻ്റെ റെസീപ്റ്റ് തരേണ്ടതാണ് നിയമപ്രകാരം. പിന്നെ നമ്മളങ്ങനെയൊന്നും ചോദിക്കാൻ നിന്നില്ല. പിന്നെ കാരണം നമ്മൾ വെറുതെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങളോട് കാറ് ആരുതാന്ന് വെച്ചാൽ ഞങ്ങൾ റെൻറ്റിന് എടുത്താന്നാണ് പറഞ്ഞത്. പക്ഷെ റെൻറ്റിന് എടുക്കുമ്പോൾ ടാക്സ് നമ്മൾ ബോർഡ് റെൻ്റൽ കാറിൻ്റെ ബോർഡായിരുന്നില്ല, വൈറ്റ് ബോർഡായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ നോർമൽ വണ്ടി ആയിരുന്നു. അങ്ങനെ അപ്പോൾ പറഞ്ഞു 5000 ഫൈൻ കിട്ടുമെന്ന്. അപ്പോൾ അല്ല, അതിന് മുമ്പ് ഇവർ റഷ്യക്കും റോഷനും ഇറങ്ങിപ്പോയി കാർ സൈഡാക്കിയിട്ട് പോലീസ് കാണിച്ചല്ലേ. അങ്ങനെ പോയിട്ട് ഇവർ സംസാരിച്ചപ്പോൾ റോഷന് കാര്യം മനസ്സിലായി. അപ്പോൾ അവൻ അപ്പം തന്നെ പറഞ്ഞു റെൻ്റല്ല ഫ്രണ്ടിൻ്റെ കാറാണെന്ന്. അപ്പോൾ ഓക്കെ എന്നാൽ ഇറങ്ങിയ സ്ഥിതിക്കൊരു 500 രൂപ ഇറങ്ങിയ സ്ഥിതിക്കൊരു 500 രൂപ തന്നേക്കുന്നൊരു സംഭവം ഹാപ്പി. എന്താന്ന് വെച്ചാൽ കാര്യം കഴിച്ചിട്ടായല്ലോ ഞങ്ങൾ എന്തായാലും ഫൈൻ അവർക്ക്. ഈവൻ നമ്മൾ അപ്പോൾ പാർക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 രൂപയ്ക്ക് നമ്മളതായത് പ്രോപ്പർ ത്രൂ എല്ലാം സാധനം ഉണ്ട്. പേപ്പറായാലും എന്തായാലും എല്ലാം നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. പക്ഷേ ഇവര് എന്തെങ്കിലും കുന്തം പറഞ്ഞിട്ട് ഇതായാലും നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാനും പറ്റില്ല. നിൽക്കാത്തതാണ് നല്ലത്. കാര്യം ചില ഫാമിലി ഉണ്ടല്ലോ, ഫാമിലി മാത്രമല്ല ചില സമയത്ത് ഒന്നും നമുക്ക് നമ്മുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ പോലും നമ്മൾ ഒന്നും പറയാതെ നിൽക്കേണ്ടി വരുന്ന ചില സാഹചര്യമുണ്ട്. അതിപ്പോൾ നാട്ടിൽ നിന്നായാലും എങ്ങനെയായാലും. പക്ഷേ ചില സമയത്ത് മൗനം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. വാശി കാണിച്ച് നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ പണി കിട്ടും. ഒന്ന് നമുക്ക് അറിയാത്തൊരു സ്ട്രേഞ്ച് പ്ലേസ് ആണ്. അവരുടെ ആണെങ്കിൽ കൂടെ ഉള്ളത് 3 ഗേൾസാണ്. നമ്മൾ തമിഴ്നാട് എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ. ഇവരെ മൊത്തം ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. നമ്മൾ വെറുതെ ഒരാളോട്ട് ഒടുക്കിയിട്ട് പണി കാണിച്ചു വെക്കണ്ടല്ലോ. കുഴപ്പമില്ല. അർഹതയില്ലാത്ത പണമാണെങ്കിൽ അതിൻ്റെ ഇരട്ടിപ്പ് പൈസ വേറെ രീതിയിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. ബിലീവിങ് കർമ്മ. തക്കാളി എടുത്തിട്ടാണോ ഇത് നമ്മൾ ബിരിയാണിക്കുന്ന സാധനം. എന്തൊരു വൃത്തികേട്ട സാധനം അത്. പച്ചക്കളർ വേണം രാത്രി ഫുഡ് വെക്കാൻ വേണ്ടി റെഡിയാക്കട്ടെ. ഞങ്ങൾ ശരിക്കും എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വീട്ടിലത്തെ ടൈം സ്പെൻഡിങ്ങിനേക്കാളും ഡ്രൈവിങ് ടൈമിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ജോളി ആവുന്നത്. നല്ല രസമുള്ള ട്രിപ്പാണ് ശരിക്കും. ഞാൻ ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ക്യാപ്ഷൻ ഇടാൻ വേണ്ടി വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്യാപ്ഷൻ കണ്ട്. പിന്നെ എന്താ, പണിയെടുത്താൽ നിങ്ങളെ പോക്കറ്റ്, അതാണ് അതിൻ്റെ അർത്ഥം. പോക്കറ്റ് നിറയും, പക്ഷേ ട്രാവൽ ചെയ്താൽ നിങ്ങളെ മനസ്സ് നിറയുന്നു. ശരിയാണ്. ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ താഴെ എഴുതിയത് പണിയെടുത്ത് കാപ്പ് നിർത്തിയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം.
ചില സമയത്ത് നമ്മൾ അതിപ്പോൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചില നമ്മളെ സ്വഭാവത്തിൽ തന്നെ കുറച്ച് മാറ്റം വരും. മാത്രമല്ല എൻ്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏൺ ആൻഡ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ട്രാവൽ പാർട്ട്നേഴ്സ് ഏൺ ആൻഡ് എക്സ്പ്ലോർ തന്നെയാണ്. കാര്യം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ ടൈപ്പ് ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് അതൊരു കോമൺ ടൂർ ഫണ്ടിലേക്കൊക്കെ മാറ്റി ആ ഒരു ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും നമ്മുടെ എന്തായാലും നമ്മൾ ചെയ്യുക, ഇതേപോലെ ഒന്ന് സംസാരിക്കുക എല്ലാവരും വന്നിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല ഈ ടൂർ ഫണ്ട് മൊത്തം ആ എക്സ്പെൻസിലാണ് പോയതെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് മാക്സിമം നമുക്കൊരു പകുതി ഒരു കാൽ എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കേണ്ടി ഉള്ളൂ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ വട്ടവട പോയപ്പോൾ ഞങ്ങളൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബ്ലോഗിൽ വന്നിട്ടുണ്ടോ ഇല്ല അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ വർഷവും ഡിസംബറിൽ വരണമെന്ന് ദയവേത് എന്നെ മുതലാളിത് കാണുന്നുണ്ടെങ്കിൽ എല്ലാ ഡിസംബറിൽ വലിയ സമയമായിട്ട് വിടേണ്ടതാണ്. ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റില് നല്ല മൊമെന്റ് ആയിരുന്നു. നമ്മള് എന്നെ സംബന്ധിച്ച് എനിക്ക് പണിയെടുക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഒരു കമ്മിറ്റ്. 27 നാളെ 28 നാളെ നമ്മുടെ ബർത്ത്ഡേ ആണ്. ഇവിടെ വന്നിട്ട് ഡേറ്റ് അറിയുന്നില്ല, ടൈം അറിയുന്നില്ല. ഭയങ്കര മനസ്സിലൊരു ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്. അതായത് ഉത്തമ നമ്മുടെ പണിയെടുക്കുന്ന സ്ഥലത്ത് നമുക്കൊരു കമ്മിറ്റഡ് ഒരു ഇത് തോന്നും. അത് വിട്ട് വരുന്നതിനും എല്ലാവരും ഒരു ഉണ്ടാവും. എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ പോയാൽ അവിടുത്തെ എന്തെങ്കിലും പെൻഡിങ് ആയി പോവും എന്നൊരിത്. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എല്ലാം ഹാൻഡിൽ ചെയ്യും. പിന്നെ ഞാൻ പോയാൽ എനിക്കായിട്ട് കുറച്ച് പണിയും മാറ്റി വെക്കും. അതെപ്പോഴും ഉള്ളതാണ്, കുറച്ച് വില്ലേജൊക്കെ. എന്നാൽ പോലും എനിക്ക് ഭയങ്കര ബേജാർ അത് മാത്രമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുമ്പോൾ അവർക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സാധനം എക്സ്പോർട്ടിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഓഫീസ് വർക്ക് കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഞാൻ കാരണം അവരുടെ കൂടെ ബുദ്ധിമുട്ടോ എന്നൊരു തോട്ട് എനിക്ക് എപ്പോഴും വരുന്നതാണ്. ഇപ്പോഴും ഉണ്ട് അത്. എന്നാലും കുഴപ്പമില്ല, കാരണം ആ തോട്ട് വെച്ചിരുന്നാൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ സന്തോഷം മെച്ചപ്പെട്ടു. കുറച്ച് ദിവസം ആ തോട്ട് ഞാൻ മാറ്റി വെക്കുന്നു. എല്ലാ ഡിസംബർക്കും ഞാൻ ടൂറ് പോവും. എന്നോട് ക്ഷമിക്കുക ബോസ്, ദയവ് ചെയ്ത് പബ്ലിക്കായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, ഇതാതിരിക്കുന്നു. ബോസ് ഭയങ്കര കൈൻഡ് ഹാർട്ടാണ്. നമ്മുടെ എല്ലാ ലേബേഴ്സിനും അറിയാം. മൂപ്പര് പേര് പറയുന്നില്ല, കാര്യം ഡയറക്റ്റ് എന്താന്ന് വെച്ച് പറഞ്ഞ് മൂപ്പരോട് മനസ്സിലായാൽ ഓക്കെയാണ്. എല്ലാവരും ഡയറക്റ്റ് സംസാരിക്കാം. ഭയങ്കര സിംപ്ലിസിറ്റി, സൂപ്പർ ആളാണ്. അത്ര മാത്രം. ഞാൻ പുകഴ്ത്തുകയാണെന്ന് ആരും വിചാരിക്കരുത്, ഞാനുള്ള കാര്യം പറയാം. നമ്മൾ ചായപാത്രത്തിലാണ്, പാത്രം ഇല്ലാത്തതുകൊണ്ട് ചോറുണ്ടാക്കിയത്. അപ്പോൾ 2 ടപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാരണം ലാസ്റ്റ് എടുത്ത് മിക്സ് ചെയ്യാലോ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. ചോറുണ്ടാക്കി വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വെച്ചു. ഇല്ലടാ, ചിക്കനോ അത് എടുക്കണ്ട. ഇല്ല, അത് കളവ്. എന്തായാലും അടുത്ത ബാച്ച് ഫുഡ് ഉണ്ടാക്കട്ടെ. എനിക്ക് ആ വെള്ളം ബോട്ടിൽ എടുത്ത് തരുമോ? പഞ്ചസാര കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ പഞ്ചസാരയൊക്കെ നല്ല പോലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ചായക്ക് നല്ലൊരു ശതമാനം ലാഭിച്ചിട്ടുണ്ട് വെറും ചായ കൊണ്ട്. എടാ അവിടെ ഉണ്ടാകുന്ന ഞാൻ ഊട്ടിയിൽ വന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, പ്ലസ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഏത് സ്റ്റേഷനറി ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും മറ്റേ പേപ്പർ കവർ, ഇതേപോലത്തെ പേപ്പർ കവറിലാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ചിക്കൻ മേടിക്കാൻ പോയി, അവർ
കവർ അത് എന്തെങ്കിലും ചെയ്തിട്ട് പേപ്പർ കവറിലാണ് തന്നുകൊണ്ടിരുന്നത്. ഭയങ്കര അതൊരു എനിക്ക് നല്ല പോസ്റ്റ്. ഇവര് ആൾക്കാരത് ഇവിടെ വെച്ച് കളഞ്ഞിട്ട് റോട്ടിൽ ഇട്ട് കഴിഞ്ഞാലും അതൊരു ബയോഡിഗ്രേഡബിൾ ആയതുകൊണ്ട് നല്ലതല്ല. ചിലപ്പോൾ ഈ ഹൈ റേഞ്ചൊക്കെ ആയിരിക്കും എക്കോ ഫ്രണ്ട്ലിയുണ്ട് ചെയ്തത്. ഇതിപ്പോൾ ഇന്നലെ കിച്ചണുള്ള സെക്ഷനായിരുന്നു, ഇന്നിപ്പോൾ കിച്ചണില്ല നമുക്ക്. അതുകൊണ്ട് ഈ ഇൻഡക്ഷനുകൾ ആണ് ചെയ്യുന്നത്. നമുക്ക് വേസ്റ്റൊക്കെ കളയണ്ട. അതായത് നുറുക്കണം, ഇത് അതായിട്ട് നുറുക്കാം. ചായ ഉള്ള ഇത് പാർന്നിട്ട് ഇതിപ്പോൾ ഫ്ലാസ്കിൽ തൊട്ട് വെച്ചാലും പെട്ടെന്ന് ചൂട് പോകും. ഭയങ്കര ഒരു തണുപ്പില്ലെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന തണുപ്പാണ് തോന്നിയത്. പക്ഷേ ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ വട്ടവടയിൽ നമ്മൾ പോയപ്പോൾ നല്ല തണുപ്പ്. ഇവിടെ 7 ഡിഗ്രിയാണ് കാണിക്കുന്നത്, വട്ടവട 3. പിന്നെ ഞങ്ങൾ വന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1 -1 പോയി. ഭയങ്കര തണുപ്പായിരുന്നു. അത് മാത്രമല്ല, വട്ടവടയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 2 സെക്കൻഡ് ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കില്ല, നമുക്ക് നല്ലോണം കഴിക്കില്ല. ഫുഡും 150 ഒക്കെ മാക്സിമം ആണ്, അൺലിമിറ്റഡ് ഫുഡ്. വട്ടവടയിൽ കുറേ പ്ലേസ് ഉണ്ടെങ്കിലും കുറേ പേര് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പോയ സ്ഥലത്ത് അതൊരു വാലി പോലെയാണ്. വൈൽഡ് ലിങ്ക്, സോറി വൈൽഡ് ലിങ്ക് മറ്റേ വൈൽഡ് ലിങ്ക് ക്യാമ്പിംഗ് സൈറ്റാണ്. ഞാൻ നമ്മൾ വട്ടവട പോയ ആ വൈൽഡ് ലിങ്കിന്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടേക്കാം. എന്തായാലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. കപ്പിൾസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും സേഫായിട്ട് പോവാം. അവർ ഭയങ്കര നമ്മളെ കംഫർട്ടായിട്ട് എത്തും. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് കാപ്പി തരും ഫ്ലാസ്കിൽ, ഇതേപോലത്തെ ഫ്ലാസ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കൊണ്ടുവന്ന് തരും. അയ്യോ അപാര ടേസ്റ്റാണ് കാപ്പി. എന്നാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷദ്വീപിലത്തെ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്തായാലും അപ്സെറ്റ് ആവില്ല. നമ്മുടെ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവരെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അവർ അങ്ങനൊരു അത് കൊണ്ടിപ്പം കഴിയുന്നു. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ മുമ്പ് വട്ടവട പോയിരിക്കുന്ന സമയത്തുള്ള വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതൊന്ന് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ആ സ്ഥലം ഇഷ്ടപ്പെടും. ആ ടെറൈനൊക്കെ നല്ല രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേ ടീംസിൽ തന്നെയായിരുന്നു നമ്മളെ വട്ടവട. ഞാൻ ഇവർ രണ്ടുപേരും ഉണ്ടായില്ല, റോഷി ജമീന ഉണ്ടായില്ല, പക്ഷെ ഞാനും റഷ്യയും ജീനയും ഉണ്ടായിരുന്നു. സംഭവം പറഞ്ഞാൽ ഞങ്ങളുടെ ആ വ്ലോഗ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ജമീന നമ്മളോട് ചോദിക്കും. ഭയങ്കര വൈബായി. ഇൻഷാല്ലാ നമ്മൾ മാർക്ക് മൈ വേർഡ്, നെക്സ്റ്റ് ഡിസംബറിൽ ഇൻഷാല്ലാ എവിടെയെങ്കിലും പോകും. നിങ്ങൾ പ്ലാനുണ്ട്. സെയിം ട്രിപ്പിംഗ് പാർട്ട്നർ കേരള, ഔട്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഒന്നിരിക്ക് മണാലി പിന്നെ എല്ലാവരും കപ്പിൾസായിട്ട് പോകുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ പോയാൽ അതൊരു വേറൊരു എൻജോയ്മെൻ്റ് ആണ്. എനിക്ക് പോലും ഇവരൊരു പ്രാവശ്യം പോയതാണ് കാശ്മീർ മണാലി. നമ്മളും ഫാമിലിയായിട്ട് പോകാനും ഞാനും പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ നടക്കുമായിരിക്കും. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറേ ട്രാവലിംഗ് ടൈം കണ്ടെത്താൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഡിസംബറിലൊക്കെ നമുക്ക് പറ്റുന്നു എന്ന് വിചാരിക്കുന്നില്ല. ചില ഇതിൽ നമ്മളൊന്നിച്ച്, ചിലതിൽ ഫാമിലിയായിട്ട്. എന്തായാലും ഡിസംബർ ഒരു ട്രാവലിംഗ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ഡിസംബറിൽ ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങളുടെ ടീമാണെങ്കിൽ ഒന്നിരിക്കും കാശ്മീർ, അല്ലെങ്കിൽ ബാലി, അല്ലെങ്കിൽ നമുക്ക് വിസ ഫ്രീ ആയിട്ടുള്ള കുറച്ച് നിയർ ബൈ സ്ഥലങ്ങളുണ്ട് ഇന്ത്യക്ക്. അപ്പൊ അവിടെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇതിനെടുത്ത ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിൽ അത്യാവശ്യം നമുക്ക് നോർത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇപ്പോൾ നല്ല ബഡ്ജറ്റൊക്കെ ആയിട്ടുണ്ട്. ബഡ്ജറ്റ് കൂട്ടിയത് എന്താണെന്ന് വെച്ചാൽ
നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മളെ കൂടെ മക്കളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കാറിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ നടക്കുന്ന ട്രാവൽ പാക്കേജസ് ഒക്കെ എവിടെയെങ്കിലും വന്നുകൊണ്ട് എനിക്കത് പക്ഷെ വലിയ താല്പര്യമൊന്നുമില്ല. ട്രാവൽ പാക്കേജ് പോയി അവർ പറയുന്ന പോലെ അവർ കാണിക്കുന്ന സൈറ്റ് സെയിം. പക്ഷെ കശ്മീരൊക്കെ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൊട്ടുണ്ട്. ഞങ്ങൾ മണാലി പോയ സമയത്ത് നല്ല എമൗണ്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയോ, ഇപ്പൊ കിട്ടിയ ഈ ട്രാവലേജറിന്റെ എസെൻസ് ഉണ്ടല്ലോ, അടുത്ത ഡിസംബർ വരെ ഉണ്ടാവും നമുക്ക്. ഇനി ഈ ഒരു അടുത്ത ഡിസംബർ ട്രാവൽ ചെയ്യാനുള്ള ഒരു ക്രേവിങ്സ് തരുന്നത് ഇങ്ങനത്തെ കുറെ മെമ്മറീസ് ആണ്. നിങ്ങൾക്ക് എത്തായാലും നമ്മുടെ വീഡിയോസിൽ കാണുന്നത് വളരെ ലിമിറ്റഡ് ആണ്. മൊമെന്റ്സ് ഉണ്ടല്ലോ. ഞങ്ങളെല്ലാരും നിൽക്കുന്ന സ്ഥലത്ത് റോഷൻ എന്തോ ഒരു വളിപ്പ് കോമഡിയാണ് വളിപ്പത് പ്രത്യേകിച്ച് എടുത്തു പറയണ്ട അടിച്ചിട്ട് അത് എനിക്കെത്തിയില്ല. റഷീക്കിനും അപ്പൊ ഞാൻ സംഭവം എനിക്ക് ആ കോമഡി കേട്ടേ പോലും ഇല്ല. ആ ഫോട്ടോ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ മൂന്നുപേരും ഭയങ്കര മനസ്സ് തുറന്ന് ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല, മനസ്സ് തുറന്ന് ചിരിക്കുന്ന ഒരു ഫേസ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഫോട്ടോ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള കോപ്രായാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് റോഷൻ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മറ്റേ എന്തൊരു സംഭവം കോമഡി പറഞ്ഞിട്ട് ഇവർ ചിരിച്ചതാണ്. അപ്പോഴാണ് ഫോട്ടോ ക്ലിക്ക് ആയത്. മാത്രമല്ല നല്ലായിരുന്നു. മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും രാത്രി വന്നിട്ട് ഞാനും ജീനും നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ കുറേ മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് എത്രയായാലും ക്യാമറ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും നടക്കില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നല്ലോ. ചിരിച്ച് 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 പണ്ടാറടങ്ങി. അപ്പോൾ ആരാൾ പറയുന്നുണ്ട്, ഏട്ടാ ക്യാമറ ഓൺ ചെയ്ത് വെച്ചോ, നല്ല രസമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പറയുന്ന ആ ഒരു കണക്ഷന് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഞങ്ങൾക്ക് ആ മൊമെന്റ് ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇയർ ഈ വീഡിയോ, കാരണം നമ്മുടെ വട്ടവട വീഡിയോ പോകുന്ന വീഡിയോ ഇല്ലേ, വട്ടവട വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അതിന് എന്തായാലും ഈ വീഡിയോ ഒക്കെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ്റെ ഷോപ്പിൽ പോയപ്പോൾ എന്നോട് അവൻ ചിരിച്ചോട് പറയുന്നുണ്ട്, മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ഈ കോട്ട് എടുത്തതിൻ്റെ വീഡിയോ, ഇത് ആർപ്പൻ്റെ ഇടയിൽ, ഇത് വട്ടവട പോകുമ്പോൾ എടുത്ത കോട്ടാണ്, ഇത് ഞാൻ പിന്നെ യൂസ് ചെയ്ത് ഇപ്പോഴാണ് പിന്നെ യൂസ് ചെയ്തത്. ഇതെന്താണ് വട്ടവട. അപ്പൊ അവനും എൻ്റെ വേറൊരു ഫ്രണ്ടും, എൻ്റെ കൂടെ പഠിച്ച വേറൊരു ഫ്രണ്ടും കൂടിയിട്ട്, മറ്റേ ഫ്രണ്ടാണ് ഇവനെ വിളിച്ചു പറഞ്ഞത്, ഒന്ന് വാ ഇങ്ങനെ ഒരു ബ്ലോഗ് ഇറങ്ങിയിട്ടുണ്ട്, ഞാനുണ്ട് അതിൽ, അപ്പൊ നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് വിളിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇരുന്ന് കണ്ട് ചിരിച്ച് മതിയായിരുന്നു. അവര് ഒരു ഇത് എന്റർടൈൻമെന്റ്, അവർക്കൊരു എന്താ പറയുക, നമ്മൾ കാട്ടുന്ന ചില കാട്ടിക്കൂട്ടിലൊക്കെ ചിലർക്ക് ഒരു തമാശയായിട്ട് വന്നു. പക്ഷെ നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നില്ല, നാച്ചുറലി വന്നു പോകുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങള് വീട്ടിൽ തന്നെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ചിരിക്കാൻ തുടങ്ങും. അത് ഞങ്ങളുടെ വീട്ടിലത്തെ തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ മെയിന് ചിരിയുടെ കഥാപാത്രം നമ്മുടെ എളാപ്പ, എന്റെ മാമനാണ്. മൂപ്പര് സ്പോട്ടിലാണ് കൗണ്ടർ വരുന്നത്. മൂപ്പര് മറ്റേ എളാപ്പയും ഞാനും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 വർഷം ഗസ്റ്റ് ടീച്ചറായിട്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ സ്കൂളിലും എളാപ്പ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റാഫ് റൂം ലൈവ് ആയിരുന്നു. ഇത് കാണുന്ന ആരെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം, ആരെങ്കിലും അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അവർക്കറിയാം ഭയങ്കര ലൈവായിരിക്കും, ഇങ്ങനെ സ്പോട്ടിൽ വന്നുകൊണ്ടിരിക്കും. ആളുകൾ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അതെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ. നമ്മുടെ പണ്ടാരഭൂമി ഉണ്ടല്ലോ, അതൊക്കെ ജീവാറ്റിയുടെ ഒരു സപ്പോർട്ടിൽ ചെയ്ത വീഡിയോ ആണ്. പുള്ളിക്കാരൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഹൈ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പിന്നെ ദമീനെ വിളിക്കാത്താണ് കേട്ടോ. പക്ഷെ വിളിച്ചില്ല, ഞങ്ങള് ലൈറ്റ് ഇടാൻ ആദ്യത്തെ കഴിയപ്പോഴായിരുന്നു. ലൈറ്റ് ഇടാൻ പോയപ്പോ അതിന്റെ ആദ്യത്തെ സ്വിച്ച് ഇതിന്റെ മറ്റേ എന്താ കോളിംഗ് അറിയില്ലായിരുന്നു. ഇട്ടപ്പോ തന്നെ എതിരിന് ഉണർന്നു, എതിരിന്റെ സൗണ്ട് ഇട്ട് ഞാൻ ചോട്ടിനോട് പറഞ്ഞു, ചോട്ട് അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി ലൈറ്റ് ഇടാൻ പോയപ്പോ പിന്നെ ചോട്ട് എന്നിട്ട് ആ ഒച്ചയില് പോലെ എതിരിന്റെ ഉണർന്നു നമ്മള് എണീറ്റില്ലേ. ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായിട്ട് ഉറങ്ങി. ഞാനും ജീനയും
സമീനക്ക് ഒരേ റൂമിലായിരുന്നു, 2 BHK ആയിരുന്നു ഇന്നലത്തെ റൂം. അപ്പോൾ പോയപ്പോ അലാം അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എസ്ലിൻ എന്നോട് മേമ്മ ആരോ വിളിക്കുന്നത്, ചെറിയ സൗണ്ടില്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവളെ ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഫുൾ ടൈം നമ്മുടെ കൂടെയാണല്ലോ, നമ്മൾ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവളെ കുറച്ച് ചെറുതായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ അവളെ കേസ് പറയുമ്പോ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, കമ്പനിയാണ്. താനും പെട്ടെന്ന് ഒരു സ്വഭാവ മാറ്റത്തിന് ഞാൻ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കിടന്നിട്ട് ജമീന ബാത്റൂമിൽ കയറിയപ്പോൾ അവളെ ഞാനാണ് ഹാൻഡിൽ ചെയ്തത്. ജമീന എന്ന് പറയാൻ എനിക്ക് ചെറിയൊരു വിഷമുണ്ട്. എന്റെ സിസ്റ്ററാണ്. ഞങ്ങളെ വിളിക്കുന്ന പേര് പറയട്ടെ, ഉമ്പി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എന്താണെന്നറിയാം, എന്റെ കുറെ മലയാളി ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഒരു കംഫർട്ടില്ല ആ വിളി കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഇവളും വ്ലോഗിൽ ഇങ്ങനെ ജമീന എന്ന് പറഞ്ഞത് ശരിക്കും ഭയങ്കര എന്തൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളെന്നും അങ്ങനെ വിളിക്കലില്ല, അതുകൊണ്ടായിരിക്കും. എനിവേ നമ്മുടെ എസ്ലിന്റെ മുതം. അപ്പൊ എസ്ലിനെ ഞാൻ കാത്തു കാണിപ്പിച്ചു, പിന്നെ കാട്ടിലെ കൊമ്പിടെന്ന് വെച്ച് താറാവ് കാണിപ്പിച്ചു, എല്ലാം കാണിച്ച് സെറ്റാക്കി. പിന്നെ ചോട്ടുവിന്റെ അടുത്ത് കൊടുത്തു. ഞാൻ ഉറങ്ങി. അപ്പൊ ചോട്ടു എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഉറങ്ങിയത് കണ്ടിട്ട് അവർക്ക് ദേഷ്യം വന്നതാണോ എന്താന്നറിയില്ല, പെട്ടെന്നൊരു മാതിരി കിട്ടി. ഇവിടെ തന്നെ പറഞ്ഞു മതി നമുക്ക് ഉറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്നിട്ട് പാവം ഇത് ശരിക്കും ജീന ഉറങ്ങി വീണതാണ്. ജീന പോയി മാന്തി വന്നപ്പോ ജീന പോയെന്ന് പറഞ്ഞു. ഈ ഡയലോഗ് ഞമ്മള് നമ്മുടെ ടൂറിന്റെ തീം മ്യൂസിക് ആയിട്ട് അത് തന്നെ സെറ്റ് ചെയ്യാന്ന്. ജീനനെ കാണുമ്പോ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഇതില്ലാണ്ട് ജീന പോയെ. അത് ഇവിടെ നല്ല നാട്ടിൽ നിന്ന് അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നെ കാണാതിരുന്നാല് അവള് ചോദിക്കുകയും ചെയ്യും. അവള് ശരിക്കും അവള് ഇവിടെ ഈ ഗ്യാങ്ങിലും മാതാത്ത ഒരാള് മറ്റേ റോഷനെയാണ്. ഈ റോഷനെ നല്ല ലൈവായിട്ട് ഞാൻ കണ്ട്. റോഷൻ നല്ല മാന്ത് കിട്ടിയിട്ടുണ്ട്. ട്രിപ്പ് റൂൾ നമ്പർ 1 ഹൈലൈറ്റഡ് ആയിട്ട് പറഞ്ഞത് എതിലിന്റെ നഖം 2 ദിവസം കൂടുന്ന പോലെ കട്ട് ചെയ്യണമെന്നുള്ളത്. അത് മാന്തു കിട്ടുക. എന്നിട്ട് പറയും ചോരി. ഞാൻ പറയും എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാ ചോറ് പറയുന്നത്. അവള് രാവിലെ ഇന്നലെ എണീറ്റാ എന്നിട്ട് ഉറക്കത്തില് ഫുഡ് കഴിപ്പിച്ചപ്പോ ഞങ്ങൾക്കുള്ള സുബൈലിരുന്ന ഒരു ഇത്. പക്ഷേ താൻ റെഡിയാവും ഉണ്ട്. ലെഫ്റ്റ് ഉണ്ടെങ്കിൽ റെഡ് കളർ കുറേ സമയം തുറന്നിട്ട്. ഞാൻ രാത്രി കുളിച്ചിട്ടാണ് ഉറങ്ങിയത്. ഞാനും ഇല്ല, ഞാൻ കുളിക്കണോ എന്നുള്ളത് കുളിച്ചത് നമ്മളെ ബ്ലോഗർ വിളിച്ചത് മെയിനായിട്ട് മറ്റേ ബ്യൂട്ടി ടിപ്സിന്റെ ഒരു ബ്ലോഗ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം എനിക്ക് രാത്രി കുളിക്കുന്നത് ഭയങ്കര താല്പര്യമുള്ളതാണ്. കുളിച്ചിട്ട് ഉറങ്ങുന്നു. അതങ്ങനെ തന്നെയാണ്. കിടക്കാൻ മുമ്പ് വെറുതെ വെള്ളം ഒഴിക്കണം. പക്ഷെ ഇവിടെ വന്നാൽ റെഡി ആവുന്നില്ല, ഭയങ്കര തണുപ്പ്. സീരിയസ് ആയിട്ട് ഇവരോട് ഞാൻ സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞതാണ്, നമ്മൾ ഇങ്ങനത്തെ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോലെ അവിടത്തെ ആ ഒരു ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ഒരു ചൂട് വരും, ബോഡിക്ക് ഒരു ചൂട്. ഇതിന് ഒരു പ്രിവെന്റീവ് മെക്കാനിസം ആയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ആ ചൂടിനാണ് ഞാൻ കുളിച്ചത്. പക്ഷെ ഇന്നലെ ഹോട്ട് വാട്ടറിലാണ് ഞാൻ ബോഡി മസാജൊക്കെ ചെയ്തിട്ട്, ഓയിൽ മസാജൊക്കെ ചെയ്തുകൊണ്ടാണ്. ഓയിൽ മസാജ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ ബാത്റൂമിൽ കാണാനുണ്ട്. റോസിന്റെ പെറ്റൽസ് ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത്. റോസ് പെറ്റൽസ് ഗൈസ്, ഒരു ലക്ഷറി ബാത്തായിരുന്നു. കുഴപ്പമില്ല, മൈൻഡിയോണ്ട ആ മൂട്ടുണ്ടിന് മറ്റേ അത് വെച്ചിട്ട് ലാസ്റ്റ് തുടച്ചിടത്തൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ചിക്കൻ എത്തിയതോ? ചിക്കൻ എത്തിയതാ ഇപ്പൊ? ഫുഡില്ലേ? ഇല്ലടാ, ഫുഡ് ചോറ് അങ്ങനെ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അതിൽ തന്നെ സവാള ഫ്രൈ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ ആ ഓയിൽ എടുത്ത് വെച്ചിട്ട് മാറ്റണം. ഓയിലൊക്കെ ഫ്രൈ ചെയ്താണ് ടേസ്റ്റ്.
ഭയങ്കര ഒരു തലവേദന വരുവാനാണ് നോക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ ഇത് ചുമ്മാ ഞങ്ങൾ ഒരു ടൈം പാസിനെടുത്ത വീഡിയോ ആണ്. ഇത് നമ്മുടെ ഇന്നത്തെ റുട്ടീൻ വീഡിയോ അല്ല. അത് നമ്മൾ ഇറങ്ങുമ്പോൾ വേറെ വീഡിയോ എടുക്കാം. ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ചുമ്മാ ഒരു കഥ പറച്ച് എല്ലാവരും എണീറ്റുന്ന സമയവും കാണിക്കാം, എല്ലാവരുടെയും പച്ചയായ ജീവിതവും കാണിക്കാം. പച്ചയായ സത്യം. നമ്മുടെ പയ്യൻസ് ഇല്ലേ, അവരെ വിളിച്ചിട്ടില്ല. ഇത് മാക്സിമം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വെച്ചു. പിന്നെ അവരെ വിളിക്കാത്തതാണ് വിളിച്ചിരുന്നില്ല. റഷ്യക്ക് പറഞ്ഞിട്ടുണ്ട് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒരു നല്ല സ്ഥലം കണ്ടാൽ അവിടെ നിർത്തി ഫോട്ടോ എടുക്കണം. അവിടെ നിർത്തി ഫോട്ടോ എന്തായാലും നിർത്തി ഫോട്ടോ എടുത്ത് പോകണമെന്ന് ഉണ്ട്. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് മസനഗുഡി ഗൂഡല്ലൂർ വഴിയാണ്. ഗൂഡല്ലൂർ മസനഗുഡി അങ്ങനെയാണ്, ആ റോഡാണ്. അപ്പൊ ഇതെല്ലാം സത്യം പറയട്ടെ, എന്റെ കയ്യില് ഡ്രസ്സിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. എന്തായിരുന്നോ സത്യം പറഞ്ഞാൽ മസനഗുഡി പോകുന്ന എന്നിട്ട് ബാംഗ്ലൂർ പോകുന്ന വ്ളോഗിൽ എനിക്ക് ടീഷർട്ട് തന്ന് സഹായിച്ചത് റഷ്യയാണ്. അപ്പൊ റഷ്യയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിട്ട് എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത്രയും ദാരിദ്ര്യം പിടിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും അത് സംഭവം എക്സസ് ആവുന്നുണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ബാംഗ്ലൂരിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയിട്ട് പർച്ചേസിംഗ് ഉണ്ട്. അവിടെ അത്യാവശ്യം അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാം. കുറച്ച് പക്ഷെ നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാലിക്കറ്റിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് വന്നു. അതൊക്കെ അപ്പൊ തന്നെ തീർന്നു. ഞാൻ അധികം എടുത്തിട്ടും ഉണ്ടായില്ല. ഞാൻ ആകെ ഒരു വിന്റർ ഞാനൊരു വൈറ്റ് കോട്ട് ജീന എടുത്തിട്ടില്ല. ഒരു ഷൂ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷൂ നമ്മുടെ ജമീന എന്റെ പഠിച്ചോനെ, അതാണ് ഈ ഒരു ട്രോഫി കിട്ടിയത്. കൊച്ചി ലുലുവാണെന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഉപദേശം. പിന്നെ ഞങ്ങൾ റഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ എല്ലാവരും യാത്ര കഴിഞ്ഞിട്ടൊക്കെയാണ് വന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഇമാതിരി പർച്ചേസ് ഈ യാത്രയ്ക്ക് വേണ്ടി തന്നെ ലോഡ് പർച്ചേസ്, ട്രാവൽ എസെൻഷ്യൽസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇതേപോലത്തെ കെറ്റില്, അതൊക്കെ കെറ്റിലൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം, ഒരു ചെറുതായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞങ്ങൾ വട്ടവടയിൽ നിന്ന് പോയപ്പോൾ മേടിച്ച ജാക്കറ്റാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 300 രൂപയുടെ. ഇതും അതേപോലെ ഏകദേശം ഒരു 400-500 രൂപയുടെ ആണെന്ന് തോന്നുന്നു. ഇത് ഇത് ആ വീഡിയോയിൽ കാണും. എനിക്ക് എത്രയാണെന്ന് അറിയില്ല, ഓർമ്മയില്ല. എന്തായാലും 600 റേഞ്ച്, എന്തായാലും ലെസ് ദാൻ 1000 ആണ്. വാട്ട് എവർ. ഇത് നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൽ കുറേ സ്പേസ് പോകുന്ന ഒരു സംഭവമാണെങ്കിലും ബഡ്ജറ്റ് അവിടെ നിൽക്കും കേട്ടോ. കാര്യം ഇങ്ങനത്തെ ഹൈ റേഞ്ചിലേക്ക് നമ്മൾ എപ്പോഴും പോകാൻ ആഗ്രഹിക്കും. ഈവൻ ട്രിപ്പിൻ്റെ സമയത്ത് നമ്മുടെ എത്ര ബാഗ് സ്പേസ് ഇല്ലെങ്കിലും ഇങ്ങനത്തെ കുറേ എസെൻഷ്യൽസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള പൈസ കുറച്ച് കയ്യിൽ നിന്ന് പോവാണ്ട് അവിടെ നിൽക്കും. കാരണം ഇതൊക്കെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ അവിടുത്തെ ഒരു ക്ലൈമറ്റിന് ഈ സ്വെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതേപോലെ കെറ്റില്, ഇന്നലെ ജീന പറഞ്ഞ ഒരു ചെറിയ ഇൻഡക്ഷൻ കുക്കറും അതേപോലെ ഒരു ചെറിയ കുക്കറും പ്രഷർ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. സത്യം സെറ്റാണ്, അടിപൊളി. ഇവൻ നമ്മുടെ വയറ്റിന് നല്ല കംഫോർട്ടാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടുകാർ പ്രത്യേകിച്ച് വരുന്നത് ഈ ഹോസ്പിറ്റൽ കേസിനൊക്കെയാണ്. എറണാകുളത്തൊക്കെ നിൽക്കുന്നത് അവിടെ ഭയങ്കര ഫുഡിന് റൈറ്റാണ്. കോഴിക്കോട് പോലെയല്ല, നല്ല റൈറ്റാണ്. കോഴിക്കോട് അത്ര ഇല്ലയെന്ന് തോന്നുന്നു എനിക്ക്. 2 സിറ്റിയും ഞാൻ എൻ്റെ സ്റ്റഡീസ് ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഒന്നുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫുഡൊക്കെ. അപ്പോൾ എറണാകുളം നിൽക്കുമ്പോൾ നമ്മൾ കൂടുതലും കോൺവെൻ ജംഗ്ഷനിൽ കൊളംബോ ആ ഒരു ഏരിയയിലുള്ള ഇതാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പം ആൾക്കാർ വീടെടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം വീടെടുത്ത് നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല. എപ്പോഴും കഴിച്ച് നമ്മുടെ വയറ്റിനും അത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു കാര്യം കാണിച്ചാൽ അലാം അടിക്കുന്നുണ്ട്. പയ്യൻസ് ലൈറ്റ് ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഇവിടെ ഒരാൾ ഇങ്ങനെ ഉറങ്ങുന്നു. ഓഫ് ചെയ്യണം. അത് അതവർക്കല്ലെങ്കിൽ കേക്ക് ഓഫ് ചെയ്ത് ആവശ്യമില്ല.
എനിക്ക് പക്ഷേ ഒരു ഇതുണ്ട്, ഞാൻ ഒരു അലാറം സെറ്റ് ചെയ്താൽ എൻ്റെ മൈൻഡും ഒരു സെറ്റാവും. അത് അലാറം അടിക്കാൻ പോകുമ്പോൾ ഞാൻ എണീക്കും. പക്ഷെ എനിക്കൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അലാറം അടിക്കുന്നത് എനിക്ക് കേൾക്കും, ആ സമയം തന്നെ എനിക്ക് സ്വപ്നവും വരും. ഇപ്പൊ നമ്മുടെ ചിത്രത്തിലായിരുന്നു ഒരു സ്വപ്നം വരും. ഞാൻ ഇന്നലെ രാത്രി ഇവരെല്ലാവരും ഞെട്ടിക്കലാണ്. ഇന്നലെ രാത്രി മര്യാദക്ക് ആദ്യത്തെ ഇൻസിഡന്റ് എനിക്ക് തോന്നിയത് ഞാനും ചോട്ടും കൂടെയാണ്. നമ്മുടെ എളാപ്പൻ്റെ വീടുണ്ട് മറ്റേ എറണാകുളത്ത്. അതിൽ ഒരു റൂമിൽ ഞങ്ങൾ രണ്ടുപേരുമാണ് ഉറങ്ങിയത്. പിന്നെ AC ഉള്ള റൂമിൽ മക്കളുള്ളതില്ലെന്ന് വിചാരിച്ച് നമ്മളെ സിസ്റ്ററിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്തു. അങ്ങനെ കിടന്നുറങ്ങി ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കമായി. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ എന്തോ റീൽസൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല ഉറങ്ങി, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അങ്ങനെ അത് കാരണം ഷിപ്പിൽ നല്ലോണം ഉറങ്ങിയതാണ്. പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് അങ്ങോട്ട് നോക്കാം അങ്ങോട്ടൊക്കെ. വിൻഡോയിലാണ്. വിൻഡോ എന്ന് വെച്ചാൽ മറ്റേ സീബ്ര കർട്ടൻ ടൈപ്പാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ലൈറ്റിൻ്റെ ഇത് ഷെയ്ഡ് ഇങ്ങനെ കർട്ടൻ വലിച്ചത് റെഡി ആയിട്ടില്ലെങ്കിൽ ലൈറ്റിൻ്റെ ഷെയ്ഡ് വരും. അത് വരുന്നത് കാണിക്കുന്നതാണ്. ഒന്നുമില്ല, അവൾക്കറിയാം അവളെ റൂമിലത്തെ കർട്ടനോ അതേ രീതിയാണ്. ഞാൻ അതൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് അതായത് അല്ല പാമ്പ് വരുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരിത്. ഒന്നുമില്ല, ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയും കിടന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനും സെറ്റായി. ഞാനും ഓക്കെ നോർമൽ ഇത്. ഞാനും എപ്പോഴും ഉറങ്ങിയിട്ടില്ല, റീൽസ് കണ്ടുകൊണ്ട് എടുക്കാണ്. പിന്നെ ഇതുപോലെ എനിക്കിട്ട് ദേഷ്യം ചിവക്കെന്റെ തലക്കോളോ. ഞാൻ പിന്നെ ഇതേ സംഭവം രാവിലെ എണീറ്റപ്പോൾ ഉമ്പിനോട് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ പറഞ്ഞു ഡെയിലി കേൾക്കാനുള്ളതാ പാവം പാവമാണ്. സലാഹിന് പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞ സമയത്ത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 3rd ഡേ ഞങ്ങളുടെ നമ്മുടെ റൂം ടൂർ കണ്ടവർക്കറിയാം, ബെഡിന്റെ തൊട്ടടുത്ത സൈഡിൽ തന്നെ വിൻഡോ ഉണ്ട്. അപ്പോൾ ബ്ലൈൻഡ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വപ്നം വരുന്നുണ്ട്, പുറത്ത് ആരോ ഇടിച്ച് ഇങ്ങനെ എന്തോ വലിയ കമ്പിയൊക്കെ ഇട്ട് കുത്തിക്കയറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ റോബറിയാണ്. അപ്പം ഞാനിങ്ങനെ ഞെട്ടി സലാ എനിക്ക് ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. സലാ ഇങ്ങനെ ഞെട്ടി എന്തോ ആരോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മുപ്പത്തിന്റെ എക്സ്പ്രഷൻ കണ്ട് നമ്മൾ പേടിച്ചു പോകും. അതാണ് സംഭവം. പക്ഷെ എന്താണെന്നറിയോ, അത് എനിക്ക് തോന്നുന്നത് ഒന്നും ഓതാതെ പോത്തുപോലെ കിടന്നുറങ്ങുന്നതാണ്. ഒരു ഫാത്തിഹയൊക്കെ ഓതിട്ട് ഒന്ന് കിടന്നു ഉറങ്ങിയാല് ഒന്നും സംഭവിക്കില്ല. എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കാല് ഓരോരുത്തരുടെ വിശ്വാസമാണ്, അത് എത്രത്തോളം ഇതാന്നല്ല. നമ്മൾ ഭയങ്കര എന്തെങ്കിലും പണി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കല്ലായിരിക്കും, വെറുതെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ കാല് കഴുകാൻ മറന്നു പോകും, ഉളു എടുത്ത് കിടക്കാൻ മറന്നു പോകും, പിന്നെ ഓതാനും മറന്നു പോകും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരുമാതിരി ഒരു അർത്ഥമില്ലാത്തൊരു അർത്ഥം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഭക്തി മനസ്സിലെപ്പോഴും എനിക്കുണ്ട്. എൻ്റെ ഒരു ഭക്തി എന്ന് വെച്ചാൽ അതിപ്പോൾ എത്ര ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മനസ്സിന് നന്മ ഉണ്ടാവണം, അത്ര മാത്രം. അതേത് മതമായാലും മനസ്സിന് നന്മ ഉണ്ടാവണം, മനുഷ്യത്വം ഉണ്ടാവണം, അത്ര മാത്രം. സത്യം പറയാലോ, അതിപ്പോ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ദീൻ അങ്ങനെ നിൽക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കാണുന്നത്. അത് നമുക്കായാലും ചില സമയത്ത് തോന്നിപ്പോകും. നമ്മളെ ദീനിനെ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ മറ്റുള്ള മതങ്ങളെ കൂടെ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവനവന് വിശ്വാസം അവരവരെ രക്ഷിക്കും, അത്ര മാത്രമല്ല. എനിക്ക് അതിൻ്റെ അപ്പുറമൊന്നും ഇതിനെ കുറിച്ച് പറയാനില്ല. ഞാൻ നമ്മള് ചിക്കൻ മസാല ഉണ്ടാക്കുന്ന കാണിക്കട്ടെ. എൻ്റെ ഒരു ചെറിയ കഴിവ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ചിറ്റുള്ളി അരിഞ്ഞത് കൊണ്ടാണ് അതിന് വെളുത്തു ഇങ്ങനെ പറയില്ല. അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വാദിക്കാൻ പോകുന്നത് ഉള്ളി അരിഞ്ഞത് ഞാനാണ്, തക്കാളി ചിറ്റുള്ളി, അതുകൊണ്ട് മാത്രമാണ് അത് ഇത്ര. മെയിൻ ഷെഫ് ഇതൊന്നും ചെയ്യില്ല ഗൈസ്. ഞങ്ങള് ചിക്കൻ രാത്രി വാങ്ങിച്ചിട്ട് അത് കുറച്ച് രാവിലത്തേക്ക് പകുതി രാവിലത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ ചിക്കൻ ടേസ്റ്റ് അപാരമായതുകൊണ്ട് ഒന്നാമത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു.
ഉച്ചക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഫുഡ് കഴിച്ചത്. കുറച്ച് ചോറും പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് ഏറ്റവും വിഷമായത് ഇവര് നമ്മുടെ ബ്രദേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതപ്പോ അങ്ങനെ ആയപ്പോ നമ്മൾ പറഞ്ഞു ഒരു 2 ഫുഡ് പാർസലാക്കാം. പക്ഷെ ഫുഡ് കിട്ടിയില്ല. അവരൊരു 4 മാഗി വാങ്ങിക്കൊണ്ടെന്ന്. പിന്നെ നമ്മൾ മാഗി നമ്മുടെ അച്ചാറും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ നാട്ടിൽ നിന്ന് ജിസ്നയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് പാക്ക് എത്ര 10 പാക്കറ്റ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് 6 പാക്കറ്റ് കാലിക്കറ്റ് കൊണ്ടുവന്നു. അതിൽ ജിസ്നേൻ്റെ വീട്ടിൽ കൊടുക്കേണ്ട പാക്കറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മറന്നുപോയി സംഭവം പറഞ്ഞാൽ. അതിവിടെ കൊണ്ടുവന്നു. ഞങ്ങളുടെ കാൽക്കുലേഷനിൽ 2 പാക്കറ്റ് നമുക്ക് ഇവിടെ ഊട്ടിക്ക് 1, ബാംഗ്ലൂർ 1. പക്ഷെ ഇപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ദിവസം 1 പാക്ക് ടോട്ടൽ 6 പാക്കറ്റ് കൊണ്ടുവന്നില്ല. ജിസ്നക്ക് കൊടുക്കാൻ മറന്നതും കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സോറി ജിസ്നെ തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. വല്ല പോയി വെച്ചത് സത്യം പറഞ്ഞാൽ മറന്നതാണ്. ഞങ്ങൾ കരുതി വന്നതാണ് ജിസ്നന്റെ വീട്ടിൽ. ബാംഗ്ലൂരിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ആകുമ്പോഴത്തേക്കും 4 പാക്കറ്റ് 5 പാക്കറ്റ് പോയി. ഒറ്റ പാക്കറ്റ് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടോ എന്ന് വിചാരിക്കുന്നു. എറണാകുളത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തതിനേക്കാളും നമ്മൾ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കും. കൈ ഭയങ്കര ഇവിടെ മാത്രം ഭയങ്കര അതെന്താന്ന് വെച്ചാൽ മരവിച്ചൊരു മാതിരി പെയിൻ എടുക്കാൻ തുടങ്ങി. അരി കഴുകിട്ട് പാകം ചേച്ചിയുടെ കൈ പോയി. നമ്മള് കാൽക്കുലേഷൻ പ്രകാരം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എറണാകുളത്ത് പോയിട്ട് നമ്മുടെ ബഡ്ജറ്റ് ബാക്കി ഉണ്ടെങ്കിൽ നല്ല ഫിലിം കാണണം. ഫിലിം എന്തായാലും കാണുന്നുണ്ട്. അതല്ലടാ നമുക്ക് ഈ വാഗമൺ അതുപോലുള്ള ചെറിയ സ്ഥലം. പക്ഷേ ഞങ്ങളിപ്പോ ഇതുവാ ചെയ്യുന്നത് 3-ാം തീയതിക്കാണ് ടിക്കറ്റ് എടുത്ത്. നമ്മുടെ ടിക്കറ്റ് എടുത്ത് സഹായിച്ചത് നമ്മുടെ ജീനയുടെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട് കം ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയാം. ഓക്കെ. അപ്പോൾ പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ബേജാറാവണ്ട, നമ്മള് ടിക്കറ്റ് എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് ഡിമാൻഡ് ചെയ്താൽ നമുക്ക് എന്തായാലും ഒരു ബങ്ക് ക്ലാസ്സെങ്കിലും മതി. എന്നോട് ഞങ്ങള് ലുലുമാള് പോയപ്പോ നമ്മളെ ചീഫ് വിളിച്ച് പറഞ്ഞു, പിന്നെ അവന് കുറച്ച് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, പിന്നെ അവൻ അർജന്റായിട്ട് നാട്ടിൽ പോവാന്ന്. എനിക്കപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബേജാറായി. കാരണം അവരുണ്ട്, നമുക്ക് ടിക്കറ്റ് കിട്ടിപ്പോവും. കാരണം 40% ടിക്കറ്റ് ബാലൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും അവനെടുത്ത് തരുമായിരിക്കും. ആ ഒരു മനസ്സമാധാനത്തിലാണ് ഞങ്ങൾ കയറി വന്നതും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലേ അതൊരു വലിയ സമാധാനമാണ്. കാരണം നമുക്ക് പിന്നെ ഒരു ലിമിറ്റ് ഇത് വന്നു, നമ്മുടെ ഡെഡ് ലൈൻ ഉണ്ടല്ലോ. ഇപ്പൊ 3-ാം തീയതി നമുക്ക് പോകും. അതുവരെയുള്ള ഒരു 2000 റുപ്പീസ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മള് ഒരു ചില്ല് ചെയ്ത് കളയും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. കാരണം ഇവനെ എന്തോ എമർജൻസി ആയിട്ട് പോകാമെന്നും പറഞ്ഞുപോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യും? ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യം ഫ്ലൈറ്റ് എടുക്കേണ്ടി വരുമോ? ഫ്ലൈറ്റ് എടുത്താലും അപ്ന പിന്നെയും പൈസ എടുക്കേണ്ടി വരും. ആരെയും കയ്യിൽ ഉണ്ടാവില്ല. എന്നാലും അറിയാലോ, ടൂറൊക്കെ വരുമ്പോൾ മാക്സിമം ഫണ്ട് നമ്മൾ എടുത്തിട്ടാണ് വരിക. അപ്പോൾ പിന്നെ ഇവനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ബേജാറൊന്നും ആവണ്ട, ഞാൻ നാട്ടിൽ എൻ്റെ ഒരു എമർജൻസി ആയിട്ട് പോവാണ്, ടിക്കറ്റ് ഓക്കെയാണ്, എൻ്റെ ബ്രദറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എറണാകുളം കോഴിക്കോട് വന്ന് കാലിക്കറ്റ് ഇറങ്ങിയപ്പോൾ അവൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, പിന്നെ സോറി ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, 40% ആണ് റിലീസായത്. എങ്ങനെയാണെന്നറിയില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് വെബ്സൈറ്റ് ബ്ലോക്കായിരുന്നു, എല്ലാ ടിക്കറ്റും അടിച്ചു പോയിരുന്നു. നമുക്ക് നമ്മുടെ മുമ്പിലൊരു ഹോപ്പ് ഉണ്ടായിട്ട് ഒന്നും എല്ലാം മിസ്സായി പോയി എന്ന് വിചാരിച്ചു. ഇനി എന്ത് എന്നൊരു ചിന്ത എല്ലാവർക്കും വന്നുപോയി. എന്തായാലും വരുന്നത് അവൻ പിന്നെ ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു. അവൻ പറഞ്ഞു, ബേജാറൊന്നും ആവണ്ട, അവൻ്റെ ബ്രദറുണ്ട്, അവനോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വെയിറ്റിംഗ് ലിസ്റ്റ്, ഫസ്റ്റ് ക്ലാസ് ആവട്ടെ, സെക്കൻഡ് ആവട്ടെ, ബങ്ക് ആവട്ടെ, എന്തെങ്കിലും ഒരു വെയിറ്റിംഗ് ടിക്കറ്റ് വന്നാൽ അവനെടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം
പിന്നെ ശരിക്കും ടിക്കറ്റ് എടുക്കുന്നവരെ അവസ്ഥ അതാണ്. രാത്രി ഉറക്കൊഴിച്ചിട്ട് ഇവർ ക്യാൻസൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയിരിക്കുന്നതായിരിക്കും, നമുക്കറിയില്ല അവരുടെ ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവനിങ്ങോട്ട് ടിക്കറ്റ് അയച്ചു തന്നു. വെയിറ്റിംഗ് ലിസ്റ്റാണ്, ഇതുവരെ കൺഫേം ആയിട്ടില്ല. 10 താഴേക്കാണ്, സെക്കൻഡ് ക്ലാസ് ക്യാബിനാണ്. അപ്പോൾ കൺഫേം ആവുമായിരിക്കും. എനിവേ താങ്ക്സ് ബ്രോ, ഞങ്ങൾക്ക് ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളെ കൺസിഡർ ചെയ്തതിന്. ടിക്കറ്റൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ ആണെങ്കിൽ കൗണ്ടർ ടിക്കറ്റും ഇല്ല, ഫുൾ ഓൺലൈനാണ്. എല്ലാവർക്കൊന്നും കയറി ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നുമില്ല. ഇപ്പോൾ ഭയങ്കര നെറ്റ് വേണം, ഈ ജാമായി പോകുന്നുണ്ട്. അറ്റ് ദ ടൈം ഒരു സൈറ്റിൽ ഇത്രയും ആൾക്കാർ കയറുമ്പോൾ നമുക്ക് കുടിക്കാവുന്നതല്ലേ, അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുവരെ മാഷാ അല്ലാഹ് നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടിക്കറ്റ് കൺഫേം ആവുമായിരിക്കും 3-ാം തീയതിക്ക്. പിന്നെ റഷ്യക്ക് ഇന്നലെ മറ്റേ ഇത് കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് 3-ാം തീയതിക്കത്തെ കവർച്ചഷിപ്പ് 2 ദിവസം ഡിലേ ആണെന്ന്. വെറുതെ തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷെ എല്ലാവർക്കും അറിയാതെ, മനസ്സിലറിയാതെ ഒരു സന്തോഷം വന്നുപോയി. ഇതിൻ്റെ കൂടി വർക്ക് ചെയ്ത ഒരു കാണാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ. അപ്പോൾ എന്തോ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസം നമുക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ നിന്നൊരു ട്രിപ്പ്, ഒരു 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യും. നമ്മൾ മാക്സിമം ഇവിടെ ട്രിപ്പിന് വേണ്ടി മാത്രമാണ്. ഇത് മട്ട കൊണ്ടാണ് ഇത് ബീറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നാന്നറിയാ അതൊന്നും സെറ്റാകാതെ ഇതാക്കി വെള്ളം പോലെ നമ്മുടെ ഒരാൾ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്, പാവം നിരത്തി ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ബിരിയാണി എന്ന് വെച്ചാൽ തമിഴ്നാട് ടൈപ്പ് ബിരിയാണിയാണ്. ഞാൻ ലൈറ്റ് ഇട്ട് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ ഇട്ടുവെന്തതിൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നി. അപ്പോൾ ഇട്ടുവെന്തതിന് എൻ്റെ ഒരു അറിവിൽ തക്കാളിയേക്കാളും ഉള്ളി കൂടുതലാക്കിയാൽ ടേസ്റ്റ് കൂടുമെന്നാണ് എൻ്റെ വാപ്പൊക്കെ പറഞ്ഞ് എനിക്ക് കേട്ടത്. പക്ഷെ ഞാൻ ഞാനും റമീനൊക്കെ എന്താണെന്നറിയോ, ഉള്ളി ഇപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ എടുക്കും, തക്കാളി 4 എണ്ണം എടുക്കും. അപ്പം നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ തമിഴ്നാട് ബിരിയാണിയിൽ ഒരു പുളി പോലെ ഉണ്ടാവും, അത് തക്കാളിൻ്റെ. അപ്പോൾ തലപ്പാക്കത്ത് ബിരിയാണിക്ക് തക്കാളിയൊക്കെ മെയിനാണ്. പിന്നെ ഇതുപോലെ നമ്മുടെ ഇട്ടുവൻ്റെ പോലെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, മല്ലിൻ്റെ ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇത്രയേ ഉള്ളൂ ചിക്കൻ പീസ്, പക്ഷെ കുഴപ്പമില്ലല്ലേ. ഇതിലേക്ക് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളത് കൊണ്ട് എരിവ് അധികം വേണ്ട. അവർക്ക് മുട്ട പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈസ്റ്റേൺ പൗഡറും അങ്ങനത്തെ ഒന്നും ഇവിടെ അവൈലബിൾ ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ആച്ചിട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിപ്പോൾ ശക്തി സ്മെല്ല് വരുന്നില്ല അതെനിക്ക് ഇവിടെ. പിന്നെ എനിക്ക് എന്തുണ്ടാക്കിയാലും കുറേ മല്ലിയിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ചിലർക്ക് മല്ലിയുടെ ഫ്ലേവർ കിട്ടില്ല. ഇഷ്ടമല്ല. നമുക്ക് ആർക്കും പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ നമ്മുടെ ബ്രദറിന് ഇഷ്ടമല്ല. ബ്രദറിൻ്റെ പേര് മെൻഷൻ ചെയ്യും, റഫീഖ്. വെറൈറ്റിയാണ്. എന്നിട്ട് നമ്മുടെ മസാല സെറ്റ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ്. ഒരു മിനിറ്റ്. ഓക്കെ പറഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അല്ല, പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാല ഓൾറെഡി സെറ്റാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബിരിയാണി സെറ്റാക്കാം, കുറച്ച് വേവിച്ചിട്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ എന്തായാലും ഓംലെറ്റ്, ബ്രെഡ് ചൂസ് പോകാൻ വേണ്ടി ഏത് ഇങ്ങനെ ഒന്നിനല്ല അവർ സംശയിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എല്ലാ പെട്രോൾ പമ്പിനും നിർത്തിയിട്ടാണ് വരിക. നാട്ടിലുള്ള എല്ലാ പെട്രോൾ പമ്പും എനിക്ക് വൈകാത്താണ്. ഞാൻ എന്തായാലും നോക്കട്ടെ. അടിപൊളി. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ, കാര്യം ചിക്കനിൽ ഇനി വെള്ളം വരില്ല, ഫ്രൈ ആയതുകൊണ്ട്. കുറച്ച് വെള്ളം, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഇല്ല കുഴപ്പമില്ല, ഇപ്പം വലിയ ചൂടായിക്കൊണ്ടേണ്ടി
അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ദിവസമാക്കുന്നത്. കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് കുക്കായിട്ട് നമ്മൾ ഇവിടെ തന്നെ, ഞാനിവിടെ ഇരുന്നോളാം. ഈ പാത്രത്തിന് അടി ഒട്ടും കട്ടിയില്ല, ഇങ്ങനെ പിടിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ. നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇതൊക്കെ കഴുകാനുള്ളതല്ലേ? കഴുകട്ടെ. ഞാൻ ഇതിലേക്ക് ഇടട്ടെ, എടുക്കട്ടെ? മതിയല്ലേ? അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലയിലേക്ക് വൈറ്റ് റൈസൊക്കെ മിക്സ് ചെയ്തിട്ട് ഓരോരോ ഡപ്പയിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. മാത്രമല്ല നമുക്ക് 2 പാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. അതുമല്ല, ഇന്ന് നമ്മൾ ഈ റൂമും വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ബാംഗ്ലൂർ പോവുകയാണല്ലോ, അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒന്ന് ക്ലിയറിങ് ചെയ്യണം. അപ്പോൾ അതാണ് ചെയ്യുന്നത് എല്ലാവരും എണീക്കാൻ മുമ്പ്. ചായ മാറ്റുണ്ടെങ്കിൽ ചായ ചൂടായിരിക്കും. പ്ലെയിൻ കട്ട് കുടിച്ച് രണ്ടാമത് പുതിയ ഷാമിറ്റി കൊട്ടിയത് ഒരിക്കൽ ചായ അമ്മനെ കുടിച്ചോ ചൂടായിരിക്കും. ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ എടുത്ത് കുടിച്ചു. എന്നിട്ട് അതിനെ അരി മറ്റേ തൊട്ട് വെച്ചോട്ടെ. ഇങ്ങനെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഡിക്കിക്ക് സാധനം കൊണ്ടുകൊണ്ട് വെച്ചില്ലല്ലോ. അതിന്റെ മോള് ജീന കലക്കിന്റെ സ്പൂണും ഡപ്പേ 4 കപ്പും ഈനൊക്കെ കളി വെച്ചേ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഈനൊക്കെ കുട്ടി വന്ന ചൂടുതണി സ്പേസ് ആക്കിയാൽ മതി. ഇവിടെ സ്പേസ് ഡിക്കി കൂടെ കൊണ്ടുപോകേണ്ടത്. നീ ഇങ്ങനെ നമുക്ക് എഴുതിയില്ല. എത്ര സമയം കുടിച്ചാലും നമുക്ക് ഒരു സമയം അതുകൊണ്ട് ചായ ചൂട് ചായ കൺഫ്യൂഷൻ. ഇതിപ്പോ തൽക്കാലം യൂസ് ചെയ്യാൻ അതിനവിടെ ഉണ്ട് ഓൾറെഡി മസാല.
വേണേക്ക് മസാലക്ക് വലിയ ചുരുട്ടി വെച്ചിട്ട് വച്ച് ഇതിനോളൊക്കെ വെച്ച് ഇത് കഴിഞ്ഞ ചൂടുവെള്ളം ആക്കിയിട്ട് നീരൊക്കെ വീത്തോളൂ. അത് കഴിഞ്ഞില്ല, ചായ കഴിഞ്ഞില്ല. ചായ കഴിഞ്ഞ ചൊല്ലിയെന്നാ പറയുന്ന മാറ്റിയില്ലേ അത് മാറ്റി മതി. ഇനി ചൂടാക്കി കൊണ്ടുവന്ന പിന്നെ സമയം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മറ്റേ റെഡിയാവുന്ന വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ഫ്രഷ് ആയിട്ട് വേഗം ഇറങ്ങട്ടെ, സമയം ലേറ്റ് ആയി പോയി. ഗുഡ് മോർണിംഗ് ഇതിൽ വരെ റെഡി ആയി. അപ്പൊ ശരി, സീ യു നെക്സ്റ്റ് വീഡിയോ. നമ്മൾ എന്തായാലും ബാംഗ്ലൂർ പോവാണ്. Stay tuned. Bye bye. Take care.